തമിഴ്നാട് തിരുനെൽവേലിയിൽ കാണാതായ യുവതിയെ മന്ത്രവാദിയും സഹായികളും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് 8 മാസത്തിന് ശേഷം പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പരസ്യം ചെയ്ത് പ്രതികൾ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, ഈ തിരുനെൽവേലിയിൽ ഈ യുവതിയെ മന്ത്രവാദിയും സഹായികളും ചേർന്ന് കൊലപ്പെടുത്തി എന്ന് എങ്ങനെയാണ് പോലീസ് കണ്ടെത്തിയത്? ഇതൊരൊറ്റ കൊലപാതകത്തിൽ അവസാനിക്കുന്ന കുറ്റകൃത്യമാണോ, അതോ പോലീസ് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഒക്ടോബറിലാണ് യുവതിയെ കാണാനില്ല എന്ന് പരാതി നൽകുന്നത് ബന്ധുക്കൾ. യുവതിയുടെ പേര് കായൽവിഴി എന്നാണ്. 28 വയസ്സുകാരിയാണ്, തിരുനെൽവേലി സ്വദേശിയാണ്. അപ്പോൾ ഇവരെ കാണാനില്ല എന്നുള്ള പരാതിയിൽ പോലീസ് കഴിഞ്ഞ 8 മാസമായി നടത്തുന്ന അന്വേഷണമാണ് ഒടുവിൽ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചിരിക്കുന്നത്. അതായത് ഈ യുവതി നേരത്തെ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് കുറച്ചു നാളായി താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാമെന്നുള്ള വ്യാജേനയാണ് ഒരു മന്ത്രവാദി ഇവരെ സമീപിക്കുന്നത്. ശിവസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അങ്ങനെ ഇവരെ സമീപിക്കുന്നു. ഇതൊരു പത്രത്തിൽ പരസ്യം കണ്ട് വിളിച്ച് അങ്ങനെ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ശേഷം യുവതിയുമായി സ്ഥിരം കുറേ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറേ പണം തട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് 3-4 സഹായികളുമൊക്കെ ചേർന്ന് പലതവണ ഇവരെ കണ്ടിട്ടുമൊക്കെയുണ്ട്. അങ്ങനെ ആദ്യഘട്ടത്തിൽ കുറേ പൂജകൾ നടത്തുന്നു, പക്ഷേ ഫലമില്ലാതെ വരുന്നു. അങ്ങനെ അവസാനം കുറേ പണം ഇവരിൽ നിന്ന് തട്ടിയെടുത്തതിനു ശേഷം യുവതി ഇത് തിരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം ശിവസ്വാമിയും കൂട്ടരും കഴിഞ്ഞ ഒക്ടോബറിൽ യുവതിയെ കാണാൻ വേണ്ടി തിരുനെൽവേലിയിലേക്ക് വരുന്നു. ഈ ശിവസ്വാമിയും മറ്റ് സഹായികളുമെല്ലാം കന്യാകുമാരി സ്വദേശികളാണ്. അവരങ്ങനെ തിരുനെൽവേലിയിലേക്ക് എത്തുന്നു. യുവതിയെ കാണണമെന്ന് പറയുന്നു. കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് യുവതിയെ കണ്ടിട്ടില്ല. ഇതിൽ നിർണായകമായത് അച്ഛൻ നൽകിയ ചില സൂചനകളാണ്. യുവതിയുടെ അച്ഛനുമായി ചേർന്നുകൊണ്ടാണ് ഈ യുവതി ഇത്തരത്തിൽ സ്വാമിയെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മന്ത്രവാദിയെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതിൽ നിന്ന് പോലീസ് നടത്തിയ ചില നീക്കങ്ങൾ, അവർ കോൾ ലിസ്റ്റും ഒപ്പം തന്നെ ചില ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ശേഖരിച്ച് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ഒരു സംശയത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ പിന്നീട് ഇവർ പോകാൻ സാധ്യതയുള്ള അവസാന ടവർ ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തൊക്കെ നടത്തിയ പരിശോധനയിൽ നിന്നും അവസാനം ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തി. എന്തായാലും സ്വാമിയെയും ഒപ്പം തന്നെ ഈ പറയുന്ന സഹായികളായ 4 പേരെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. മന്ത്രവാദിയെയും സഹായികളായ 4 പേരെയും പിടികൂടിയിരിക്കുന്നു. യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 8 മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഈ കേസിൽ ഒരു പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു.